ഞാനിപ്പം മോനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ഇതുവഴിയാണ്. അപ്പം ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സ്കൂൾ ബസ്സിലാണ് വിടുന്നത്. കാരണം റിസ്ക് ആണ് ഇതുവഴി കൊണ്ടുവരുന്നത്, റിസ്ക് ആണ്. ഈ റോഡ് പണി നടക്കുന്നവര് ചിന്തിക്കേണ്ടത് നമുക്ക് ഇതുവഴി ഗതാഗതം ഉള്ളതാണ്, മീൻസ് പുതുതായിട്ട് പണിയുന്നതല്ല, ഓൾറെഡി ഇതുവഴി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണ്. അപ്പം ജനങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ട് അവർ ആ പണി തുടങ്ങുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഒന്നര വിട്ടെങ്കിലും ഇവിടുത്തെ കോൺട്രാക്ടർമാര് ചല്ലിയിട്ട് അതിനെ ജനങ്ങൾക്ക് പോകാൻ യാത്രാ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരനായ എനിക്ക്. എന്ന് വെച്ചാൽ ഒത്തിരി പേര്, കൂടുതലും വനിതകളാണ് സ്കൂട്ടർ ഓടിക്കുന്നവർ ഇവിടെ വീഴുന്നത്. പ്രവർത്തനം നടക്കട്ടെ, ഒപ്പം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒന്നിടപെട്ടെങ്കിലും ഇതിന്റെ കോൺട്രാക്ടർ ഇതിൽ ഇടപെട്ട് ഈ ചെളി, ആ വണ്ടികൾ വരുന്നുണ്ടല്ലേ, ആ ചെളി മാറ്റി നല്ല രീതിയിൽ ആക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപാട് വണ്ടികൾ തട്ടി അവർ സഹിച്ചു പോകും, ആരും കംപ്ലൈന്റ് ചെയ്യണില്ല. കുട്ടികളുമായിട്ടൊക്കെ എണീറ്റ് പോകണ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സഹിക്കുന്നുണ്ട്, ആരും പ്രശ്നക്കാരല്ല, എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് പൊടി മുക്കാലിഞ്ച് ചല്ലിയെത്തി രണ്ടിലോട്ട് ഇറക്കിയിട്ടാൽ കൊള്ളാമായിരുന്നു. അപകട സാധ്യത ഒരു ദിവസം രാത്രി ടിപ്പറിലൊരു ഒന്നും അറിയാതെ കയറി വന്നു കൊടുത്തു. ഞങ്ങളെ പേടിച്ചു, അവൻ തെറിച്ചങ്ങ് പോയി. നമസ്കാരം. തിരുവനന്തപുരം വഴയില എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ റോഡ് പണി, വികസനം, അതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ മറുവശത്ത് നിരവധി പ്രശ്നങ്ങൾ, അതായത് കുഴിയും കുണ്ടും ചെളിയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും വാഹനങ്ങൾ പോകുന്നത് വഴിയായതുകൊണ്ട് തന്നെ അപകട സാധ്യത ഏറെയുള്ള ഒരു സാഹചര്യമാണ്. അതായത് നമുക്ക് വികസനം എന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷ അത് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടുത്തെ യാത്രക്കാരും മറ്റ് ഗ്രാമവാസികളും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഇതിലെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്? സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഞാനിപ്പം മോനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ഇതുവഴിയാണ്. അപ്പം ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സ്കൂൾ ബസ്സിലാണ് വിടുന്നത്. കാരണം റിസ്ക് ആണ് ഇതുവഴി കൊണ്ടുവരുന്നത്, റിസ്ക് ആണ്. അപ്പം ഈ പണി എന്തായാലും ഓൾറെഡി നടക്കുന്നുണ്ട്, റോഡിന്റെ ഡെവലപ്മെന്റ് എന്തായാലും നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പുറത്തെ സൈഡ് എന്തായാലും വണ്ടികൾക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ പണി ഇട്ടിട്ട് അവരങ്ങോട്ട് പണി തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫീസ് ടൈമാണ്, ഒരു 9 മണിയോട്ടൊക്കെ ഓഫീസ് ടൈമാണ്. അപ്പം 10 മണിക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ തന്നെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇതുവഴി പാസ് ചെയ്ത് പോകാൻ പാടാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലോക്കിൽ കിടന്ന് പോകുന്നത്, ഇങ്ങോട്ടൊക്കെ റോഡിലൂടെ പോവാനൊക്കെ പാടാണ്. അതുപോലെ ഈ വഴി കുറച്ച് റിസ്ക് ആണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നവർക്കും പാടാണ്, ഈ കാറിൽ പോകുന്നവർക്കും ബസ്സിൽ പോകുന്നവർക്കും കുഴപ്പമില്ല. അല്ലാതെ ഇതുപോലെ 2 വീലറിലൊക്കെ പോകുന്ന പാരന്റ്സിനൊക്കെ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞല്ലോ. അല്ല, ഇപ്പം ഈ റോഡ് പണി നടക്കുന്നവര് ചിന്തിക്കേണ്ടത് നമുക്ക് ഇതുവഴി ഗതാഗതം ഉള്ളതാണ്, മീൻസ് പുതുതായിട്ട് പണിയുന്നതല്ല, ഓൾറെഡി ഇതുവഴി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണ്. അപ്പം ജനങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ട് അവർ ആ പണി തുടങ്ങുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇതിപ്പോ ഓൾറെഡി ബ്ലോക്ക് ആണ് ഇവിടെ. ഒരു രാവിലെ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ബ്ലോക്കാണ്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നവർക്ക് ഒട്ടും വരാൻ പറ്റില്ല. ആ കുഴിയിലൊക്കെ വീണുപോയാൽ അറിയാലോ, പിന്നെ രക്ഷയില്ല. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു സേഫ്റ്റി ചെയ്തിട്ട് അവർ ആ റോഡ് പണി തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേനെ. ഇതിലെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ഇപ്പോ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ? ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് നടക്കുന്നത് കൊണ്ട് നാട്ടുകാരും ഇതുമായി സഞ്ചരിക്കുന്നവരും അതുമായിട്ട് യോജിച്ചു പോകുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ചെളി മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്നര വിട്ടെങ്കിലും ഇവിടുത്തെ കോൺട്രാക്ടർമാര് ചല്ലിയിട്ട് അതിനെ ജനങ്ങൾക്ക് പോകാൻ യാത്രാ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരനായ എനിക്ക്. എന്ന് വെച്ചാൽ ഒത്തിരി പേര്, കൂടുതലും വനിതകളാണ് സ്കൂട്ടർ ഓടിക്കുന്നവർ ഇവിടെ വീഴുന്നത്. ഞാൻ ഈ പ്രദേശവാസിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനും കഴിയില്ല. ചിലപ്പോൾ അവിടുന്ന് 100 മീറ്ററാണ് പോകേണ്ടതുള്ളത്. എന്നിരുന്നാലും ഞങ്ങൾ ഈ ക്യൂവിനൊപ്പം നിന്ന് പോകേണ്ടി വരുന്നു. അത് വളരെ ബുദ്ധിമുട്ട്. അത് ഞങ്ങൾ മാത്രം ബുദ്ധിമുട്ടല്ല, ഇതുവഴി സഞ്ചരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് ഈ കോൺട്രാക്ടർ കൂടെ ഇടപെട്ട്, ഇവിടുത്തെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരും കൂടെ ഇടപെട്ട് ഇതിനെ ഈ ഇടയ്ക്കിടയ്ക്ക് മണ്ണും ചെളിയും മാറ്റി ഒരു ചല്ലിയൊക്കെ ഇട്ട് ഒന്നടവിട്ടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ പുരോഗമനം ആയതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും
ഇതിനോട് ഈ പ്രവർത്തനത്തോട് സഹകരിക്കുന്നു. പക്ഷേ അപകട സാധ്യത കൂടുതലല്ലേ? അപകട സാധ്യത കൂടുതലേ. അതൊരു പ്രവർത്തനം, പുതിയൊരു പ്രവർത്തനം നടക്കുമ്പോഴും നമ്മളൊരു വീട് വെക്കുമ്പോഴും തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഇതുമായി അല്ലാതെ തന്നെ ഈ റോഡ് വളരെ ഇടുങ്ങിയ റോഡായതുകൊണ്ട് രാവിലെ ഇതിൽ കൂടെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം. പണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇവിടെ പന്ത് കളിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു ക്രോസ് ചെയ്യാൻ പാടുപെടുന്ന ഒരവസ്ഥയിലേക്കാണ് നാടിന്റെ പുരോഗമനം. എല്ലാ വീട്ടിലും 2, 3, 4, 5 വാഹനങ്ങളുള്ള വീടുകളാണ്. എല്ലാവരും മഴയായതുകൊണ്ട്, മഴക്കാലമായതുകൊണ്ട് വണ്ടികളുമായി രംഗത്ത് വരുന്നു. ഇതാ ഇവിടെ വന്ന് കണ്ടില്ലേ, ഇത് നിങ്ങൾക്കൊപ്പം തന്നെ ഞാനും ഇത്. പക്ഷേ പ്രവർത്തനം നടക്കട്ടെ, ഒപ്പം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒന്നിടപെട്ടെങ്കിലും ഇതിന്റെ കോൺട്രാക്ടർ ഇതിൽ ഇടപെട്ട് ഈ ചെളി, ആ വണ്ടികൾ വരുന്നുണ്ടല്ലേ, ആ ചെളി മാറ്റി നല്ല രീതിയിൽ ആക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. അവസരം കൂടെ ഉണ്ടാക്കണം. ഈ ചെളി ഉള്ളത് കൊണ്ട് ചെറുവണ്ടിക്കാരൊന്നും ഈ ചെളിയിലേക്ക് ഇറങ്ങൂല. അങ്ങനെ വരുമ്പോൾ ഒരു കോൺവായി വരുന്നു, വണ്ടിക്ക് തടസ്സം വരുന്നു. ആ വഴി സൈഡും കൂടെ പോകാൻ കഴിയുമെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഇതുകൂടെ വെള്ളം കെട്ടാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ കോൺട്രാക്ടർ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് യാത്രക്കാർക്കും ഒപ്പം തന്നെ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും നിരവധി പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെയാണ് എന്നത് പരിസരവാസികളോട് കൂടെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇങ്ങനൊരു പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിപ്പോ ഒരു 3 ആഴ്ചയായി. ഇവര് ഇടയ്ക്കിടയ്ക്ക് മണ്ണുകൊണ്ടിട്ട് നമുക്ക് ഈ വെള്ളം കൂടെ ഭയങ്കര തൊളിയായിരിക്കും. പരിസരത്തൂടെ പോലും പോകാൻ പറ്റില്ല. എൻ്റെ ആണെങ്കിൽ ഈ ചല്ലി, ഒരു 2 ലോഡ് ചല്ലി 3/4 ഇഞ്ച് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളം തൊളിയാവാതെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ നോക്കിയിട്ട് അതാണ്, ഞാൻ എപ്പോഴും ഇത് കാണുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ തട്ടി അവർ സഹിച്ചു പോകും. ആരും കംപ്ലൈൻറ്റ് ചെയ്യണില്ല. കുട്ടികളുമായിട്ടൊക്കെ എണീറ്റ് പോകണ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സഹിക്കുന്നുണ്ട്. ആരും പ്രശ്നക്കാരല്ല, എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് 3/4 ഇഞ്ച് ചല്ലി 2 ലോഡ് ഇറക്കിയിട്ടാൽ കൊള്ളാമായിരുന്നു. അപകട സാധ്യത ഒരു ദിവസം രാത്രി ടിപ്പറിൽ ഒന്നും അറിയാതെ കയറി വന്നു കൊടുത്തു. ഞങ്ങൾ പേടിച്ചു. അവൻ തെറിച്ചാണ് പോയി. അത് വലിയൊരു സംഭവം. അപകടങ്ങൾ ഇപ്പം ബസ്സൊക്കെ ആണെങ്കിൽ പോകുമ്പോൾ ലാത്തിയാണ് പോണത്. ആൾക്കാർക്ക് അത് നല്ല അസൗകര്യം ഉണ്ടാവുന്നുണ്ട്. വണ്ടികളൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതായത് എപ്പോ പണി കഴിയുന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം 20 ദിവസം കഴിഞ്ഞ് മണ്ണിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ദിവസം കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് മണ്ണിടാൻ പറ്റുള്ളൂ. കോൺക്രീറ്റിന്റെ മേൽഭാഗം നല്ല ഉണങ്ങണമെങ്കിൽ 20 ദിവസത്തെ അവധിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. Merhaba.